പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴടങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉത്തർപ്രദേശിലെ പിലിഭത്തിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ ചട്ടലംഘനമില്ലെന്ന് കമ്മീഷന്റെ ക്ലീൻ ചിറ്റ്. ആരാധനാലയങ്ങളുടെ പേര് പറഞ്ഞ് വോട്ടു പിടിക്കുന്നു എന്നതായിരുന്നു മോദിക്കെതിരെ ഉയർന്ന പരാതി. സ്വാതി ചേരുന്നു ദില്ലിയിൽ നിന്ന്. സ്വാതി, രാജസ്ഥാനിലടക്കം പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗങ്ങൾ അങ്ങേയറ്റം വർഗീയമായ ചേരിതിരിവുണ്ടാക്കുന്നതാണ്. അതിനുശേഷം പിലിഭത്തിലും സമാനമായ പ്രസംഗം തന്നെ അദ്ദേഹം നടത്തുന്നു. പക്ഷേ ഇലക്ഷൻ കമ്മീഷന് യാതൊരു അനക്കവുമില്ല. സ്വാതി. ഷമ്മി സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ മതസ്പർദ്ധ ഉണർത്തുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ പ്രചാരണ സമയത്ത് നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലുണ്ടായ സംഭവം, ആ വിഷയത്തിലടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുന്ന ഒരു സ്ഥിതി ഉണ്ട്. ഇപ്പോൾ വീണ്ടും ഉത്തർപ്രദേശിലെ പിലിഭിത്തിൽ നടത്തിയ പ്രസംഗത്തിലും മോദിക്ക് ക്ലീൻ ചിറ്റാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ളത്. അതായത് ആരാധനാലയങ്ങളുടെ പേരിൽ രാമക്ഷേത്രം പ്രധാന വിഷയമാക്കിക്കൊണ്ട് സിഖ് മതത്തെ അല്ലെങ്കിൽ സിഖ് ഗ്രന്ഥത്തെയൊക്കെ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു എന്ന തരത്തിലാണ് പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതിയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിട്ടുള്ളത് മോദിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട്, മോദിയെ പിന്തുണച്ചുകൊണ്ടാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നിട്ടുള്ളത്. വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ BJP നേതാക്കൾ പ്രചരണം നടത്തുന്നുണ്ട്. അയോധ്യയാണ് മുഖ്യമായും പ്രചരണ ആയുധമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പിലിഭിത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ആരാധനാലയങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് മോദി സംസാരിച്ചിട്ടുള്ളത്. ആ വിഷയത്തിൽ കഴിഞ്ഞ 10-ാം തീയതിയാണ്, ഏപ്രിൽ 10-നാണ് ഇത്തരത്തിൽ സുപ്രീം കോടതി അഭിഭാഷകൻ പരാതി നൽകിയിട്ടുള്ളത്. എന്നാൽ ആ പരാതി പരിഗണിക്കാൻ കാലതാമസം നേരിട്ടതിനെ തുടർന്ന് ഇദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഈ വിഷയത്തിൽ അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്ന്. എന്നാൽ ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിക്ക് അനുകൂലമായി നിലപാടെടുത്തുകൊണ്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. രാജസ്ഥാനിലെ വർഗീയ പരാമർശം അടക്കമുള്ള വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതേ സമീപനം തന്നെ സ്വീകരിച്ചു പോന്നു എന്നുള്ളതും നമ്മുടെ മുന്നിലുണ്ട്. BJP നേതാക്കൾ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ മതസ്പർദ്ധ വളർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മതത്തെ പ്രചരണ ആയുധമായി സ്വീകരിച്ചുകൊണ്ട് വേറൊരു ഭരണ നേട്ടങ്ങളൊന്നും എടുത്തു പറയാൻ മോദിക്കില്ലാത്തൊരു സ്ഥിതി ഇപ്പോൾ കാണുന്നുണ്ട്. അതിനെല്ലാം അനുകൂലമായ സമീപനം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നു എന്നുള്ളതും ഏറ്റവും ആശങ്കാജനകമാണ്. ഷമി. സ്വാതിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.